അലക്കാനുള്ള തുണികളൊക്കെ മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ യൂണിഫോമൊക്കെ ഞാൻ കയ്യിലാണ് തിരുമ്പാറുള്ളത്. അങ്ങനെ അതൊന്ന് മുക്കി വെക്കാനായിട്ട് പോവാണ്. അങ്ങനെ അതൊക്കെ സോപ്പ് വെള്ളത്തിലേക്ക് മുക്കി വെച്ചു. ഉമ്മ അവിടെ ഇരുന്നു കോഴികൾക്കുള്ള എലിയൊന്ന് എരിഞ്ഞെടുക്കുകയാണ്. ഇനി ലഞ്ചിനുള്ള ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഞാനിതാ അരിയൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് റേമോൾ എന്തോ ഒന്ന് പറയുന്നുണ്ട്. അടുപ്പ് ഉമ്മ നേരത്തെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മക്ക് അടുപ്പ് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ടു, ഒന്ന് അടുപ്പൊക്കെ കത്തിച്ച് കൊടുത്തതിന് ശേഷം കോഴികൾക്കുള്ള തീറ്റ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇതിപ്പോൾ കേബേജിൻ്റെ ഇലയാണുള്ളത്. അതിലേക്ക് കുറച്ച് റേഷനരി കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. കോഴികളുടെ തീറ്റ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പാവങ്ങൾക്ക് വിശപ്പടക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കൂട് തുറക്കുന്ന സൗണ്ട് കേട്ടതും എല്ലാവരും പാറി വരികയായിരുന്നു. എനിക്ക് തന്നെ പേടിയായി. ചില സമയത്ത് കാലിൽ വന്ന് കൊത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ തീറ്റയൊക്കെ കൊടുത്തു. ഇനി വെള്ളം ഒന്ന് മാറ്റി വെക്കണം. അതുകൂടി മാറ്റി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ കറിക്കുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഉള്ളിലേക്ക് ഒന്ന് തൊലിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ ഊറ്റിയെടുത്തു. ഇനിയിപ്പോൾ മീൻകറി വെക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ മീൻകറിയും അതേ അടുപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. അതാകുമ്പോൾ ഗ്യാസ് ലാഭിക്കാമല്ലോ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ലാഭങ്ങളൊക്കെ നോക്കിയാലേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ അതിലേക്കുള്ള മീൻ കൂടി ഇട്ട് കൊടുത്തു. ഇത് മുജുക്ക രാത്രി പിടിച്ചിട്ട് വന്ന കണ്ണൻ മീനാണ്. അങ്ങനെ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അരപ്പ് കൂടി ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അതുകൂടി അടുപ്പത്തിൽ നിന്ന് ഇറക്കിയെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ മീൻ പൊരിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ മീൻ കൂടി പൊരിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചോറ് കഴിക്കുകയാണ്. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും വാരി കൊടുത്താലേ നേരെ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.